ഇനി നമ്മൾ ഒരു സാധാ ബ്ലൗസ്, അതായത് ലൈനിങ് ഇല്ലാത്ത നോർമൽ ബ്ലൗസ് ബാക്ക് ഓപ്പണാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അളവ് തന്നിട്ടുണ്ട്, അളവ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അളവ് മെഷർമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് തുണി കട്ട് ചെയ്യാം. ബാക്ക് ഓപ്പണാണ് കേട്ടോ. അന്നേരം ആദ്യം ബാക്ക് പീസാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ബാക്ക് ഓപ്പൺ അല്ലെങ്കിൽ ഇങ്ങനെ ഈ മടക്ക് ഭാഗം നമ്മുടെ വശത്ത് നിന്നിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്യും. എന്നാൽ ഇത് ബാക്ക് ഓപ്പണാണ്. അപ്പം ഈ ഓപ്പൺ തുണിയെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഓപ്പൺ വരുന്ന ഭാഗം ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നിൽക്കണം. ബാക്ക് ഓപ്പൺ ആകാണ്ട് ആദ്യം ഓപ്പൺ വശം ഫ്രണ്ടിലോട്ട് വരുത്തി കേട്ടോ. എന്നിട്ട് ചുളിവില്ലാതെ കറക്റ്റാക്കിയതിന് ശേഷം നമ്മൾ ഇറക്കം എടുക്കുക. ബാക്കിൽ ഇറക്കം വന്നേക്കുന്നത് 15.5 ഒരു 15.5 മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 1 ഇഞ്ച് കൂടെ കൂട്ടുന്നത് ഇവിടെ 1/2 ഇഞ്ച് പോവും, കയ്യത്തിന് ഇവിടെ 1/2 ഇഞ്ച് പോവും. 1 ഇഞ്ച് കൂടെ 16 എടുക്കണം. 16 എടുത്ത് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് മാറ്റി നമുക്കൊരു 16 എടുക്കാം. 15.5 വേണ്ട, അതിൻ്റെ കൂടെ 1 കൂടെ കൊണ്ട് 16 എടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ലൈൻ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് കഴുത്തിറക്കമാണ്. കഴുത്തിറക്കമാണ് വേണ്ടത്. കഴുത്തിറക്കം വേണ്ടത് നമുക്കിവിടെ ബാക്കിൽ കഴുത്ത് വേണ്ടത് 8 ഇഞ്ച്. ഇവിടുന്ന് നമുക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 8 ഇഞ്ച് കഴുത്തിറക്കം മാർക്ക് ചെയ്തതിന് ശേഷം കഴുത്തിൻ്റെ വീതി 2.5 ഇഞ്ച്, നെക്ക് വീതി 2.5 ഇഞ്ച്, ഇവിടെയും കൂടെ 2.5 ഇഞ്ച് എടുക്കുക. എന്നിട്ടത് സ്ക്വയർ ആക്കി എടുക്കുക. സ്ക്വയറാക്കി നമ്മൾ കഴുത്ത് വരച്ചെടുക്കും. ഇനി നമുക്ക് വേണ്ട എന്താ, ഷോൾഡർ എടുക്കണം. ഷോൾഡർ എടുക്കേണ്ടത് ഫുൾ ഷോൾഡർ വന്നേക്കുന്നത് 15 അപ്പം നമുക്ക് 15 വന്നപ്പം 7.5 ഇവിടെ വേണ്ടത്. 7.5 മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ കഴുത്തിറക്കത്തിൻ്റെ അനുസരിച്ച് ഷോൾഡറിന് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഫുൾ ഷോൾഡർ വന്നേക്കുന്നത് 15.5. അപ്പോൾ അതിന് കഴുത്തിറക്കത്തിനനുസരിച്ച് ഷോൾഡർ വ്യത്യാസം വരുമ്പോൾ ഈ 2 ഇഞ്ച് വരെ നമുക്ക് ഈ 7.5 എടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര വന്നേക്കുന്നത് വെച്ചാൽ 6 ഇഞ്ച്. 6 ഇഞ്ചിന് 8 ഇഞ്ചല്ലായിരുന്നു, 6 ഇഞ്ചിന് നമ്മൾ 1.5 ഇഞ്ച് കുറയ്ക്കും. ഇവിടുന്ന് ഷോൾഡറിൽ നിന്ന് 1.5 ഇഞ്ച് കുറയ്ക്കാം. ഇതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ലെന്ത്. ബാക്ക് ഇറക്കുമ്പോൾ ഷോൾഡറിൻ്റെ വ്യത്യാസമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 5.75 വന്നു. 5.75 വന്നപ്പോൾ അവിടെ നിന്ന് കൈക്കുഴി എടുക്കുക. കൈക്കുഴി എടുക്കുന്നത് ആം ഹോളിൻ്റെ റൗണ്ടിനനുസരിച്ചാണ് കൈക്കുഴി ലെന്ത് വരുന്നത്. ഞാനിപ്പം ഒരു 6 ഇഞ്ച് എടുക്കുന്നു. 6 ഇഞ്ച് എടുത്തു. 6 ഇഞ്ച് എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇങ്ങനെ ലൈൻ ചെയ്യാം. ഇവിടെ നമുക്ക് ചെസ്റ്റ് വണ്ണം വരും. ചെസ്റ്റ് വണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ 4/1 ഭാഗമാണ് ചെസ്റ്റ് വണ്ണം വരുന്നത്. ചെസ്റ്റ് വണ്ണം വന്നിരിക്കുന്നത് 38. 38ൻ്റെ 4/1 ഭാഗം, അതിൻ്റെ കൂടെ 38 കറക്റ്റ് വണ്ണം വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടുക. ലൈനിങ് ബ്ലൗസ് അല്ലാത്തതുകൊണ്ട് 2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 38 2 40. 40ൻ്റെ 4/1 ഭാഗമാണ് 10 ഇഞ്ച് എടുക്കുക. 10 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റ് വണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ വേസ്റ്റ് വണ്ണം 30. അപ്പോൾ 7.5, 1/2 ഇഞ്ച് ബാക്കിൽ തട്ടി വരുമ്പോൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. അപ്പോൾ 7, 8 എടുക്കുക. ഇത് രണ്ടും കൂടെ നമുക്ക് ലൈൻ ചെയ്യാം. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം.
മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലെന്ത് എത്രയാണെന്ന് വെച്ചിട്ട് പകുതി എടുക്കുക. കൈ കുഴിച്ചു വെട്ടുന്നതാണ് പറയാൻ. 6 എടുത്തിട്ട് പകുതി 3. ഇവിടെ നമ്മൾ 1.5 മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതേപോലെ ഷേപ്പ്. ആം ഹോൾ റൗണ്ട് വന്നേക്കുന്നത് 18ആണ്. അപ്പോൾ 18ൻ്റെ പകുതി നമുക്ക് ഇവിടെ ഇതിനകത്ത് ചെയ്ത് നോക്കുമ്പോൾ 9 കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ 9 കിട്ടുന്നുണ്ട്. 9 കിട്ടുന്നുണ്ട്. കൈക്കുഴി 6 ഇഞ്ച്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. എന്നിട്ട് ബാക്ക് നെക്ക് റൗണ്ട് ചെയ്തെടുക്കുക. ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ ഇത് വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് റൗണ്ട് ചെയ്താൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഷോൾഡർ ഷേപ്പ് ചെയ്യാം. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം 1.5 ഇഞ്ച് കയ്യെത്തുമ്പോൾ ഓക്കെ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്യും. എന്നിട്ട് ഈ ലൈനിൽ കൂടെ ഒന്ന് അടിച്ചു പോയാൽ മതി. എന്നിട്ട് ഇവിടെ ബാക്കിൽ 2 ടക്ക് വരും. ഈ ലെന്ത് എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ നോക്കുക. 8 ഇഞ്ചുണ്ട്. 8 ഇഞ്ചിൻ്റെ പകുതി 4. ഇവിടെ നമുക്കത് 4 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. ടക്കിൻ്റെ നീളം ഇവിടെ ഇങ്ങനെ നോക്കണം. നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് തുണിയെ തിരിച്ചിടണം. ഫ്രണ്ട് ഓപ്പൺ വേണ്ടല്ലോ. തിരിച്ചിട്ടതിന് ശേഷം ബാക്ക് പീസ് ഇങ്ങനെ എടുത്ത് വെച്ച് കറക്റ്റായിട്ട് ഇതേപോലെ ചെയ്യാം. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യണം. ഫ്രണ്ട് പീസാണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഫ്രണ്ട് ബാക്ക് പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഫ്രണ്ട് പീസ് നമ്മൾ പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പ്രിൻസസ് കട്ടാണ് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തത്, ബാക്ക് ഓപ്പൺ. അപ്പോൾ ബാക്ക് വെട്ടുന്നതെല്ലാം ഇതേപോലെ തന്നെ. ഇനി ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാണ്, പ്രിൻസസ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്, പ്രിൻസസ് കട്ട്. അപ്പം നമ്മൾ ഷോൾഡറും കഴുത്തും കൈക്കുഴിയും എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ഈ ലെന്ത് മാത്രം ബാക്കിനേക്കായാലും ഈ ലെന്ത് നമ്മൾ കൂട്ടിയില്ല, 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബാക്ക് ഫ്രണ്ട് ഭാഗം ഇച്ചിരി കയറി നിൽക്കും. അന്നേരം അതനുസരിച്ച് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടത്തില്ല, ലെന്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് കയറ്റിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് വെട്ടുമ്പോൾ ബാക്ക് പീസ് ഇതേപോലെ ഇട്ടതിന് ശേഷം മാർക്ക് ചെയ്ത് എല്ലാ ഭാഗവും മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് കൂടെ പ്രിൻസസ് കട്ടായതുകൊണ്ട് ലെന്ത് കൂട്ടുന്നു. എന്നിട്ട് നമുക്ക് ഇതിനെ മാറ്റാം. ഫ്രണ്ട് പീസിനെ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിലെ ലെന്ത്, ബാക്ക് നെക്കിൻ്റെ ലെന്ത് എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കണം. ഇത് 6.5 ബാക്ക് നെക്കിൻ്റെ ലെന്ത്. ഓക്കെ, 6.5 ബാക്ക് നെക്കിൻ്റെ ലെന്ത് വന്നിരിക്കുന്നത്. അപ്പോൾ 6.5 മാർക്ക് ചെയ്യുക.
ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2.5. ഓക്കെ, ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാം. റൗണ്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം പോയിൻറ്റിൻ്റെ വീതി, കട്ട് പോയിൻ്റ് വീതി 4 ഇഞ്ച്. 4 ഇഞ്ച് നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. അപ്പോൾ 4.5 ആവും കേട്ടോ. കട്ട് പോയിൻറ്റിൻ്റെ വീതി 4 ഇവിടെ വേണമെങ്കിൽ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. അപ്പോൾ 4.5. ഇവിടെ നമുക്കൊരു ജോയിൻറ്റ് വരുമ്പോൾ 1/2 ഇഞ്ച് കുറയും. അപ്പോൾ 4.5 മാർക്ക് ചെയ്യുക. അതുകൊണ്ട് അതിൻ്റെ നേരെ നിന്ന് കട്ട് പോയിൻറ്റിൻ്റെ ഇറക്കം 10 ഇഞ്ചാണ്. അപ്പോൾ 10.5 ഇഞ്ച്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഇതുപോലെ ലൈൻ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് 1 ഇഞ്ചിനെ മാറ്റിയതിന് ശേഷം നമുക്കിങ്ങനെ ഷേപ്പ് കളയാം. എന്നിട്ട് ഇവിടെ നമുക്കൊരു ഫ്രണ്ട് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണം. ഇവിടെ നമുക്ക് ഇതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയതിന് ശേഷം ഈ ലെന്ത് ഇങ്ങനെ വെട്ടുക. ഇതിനെ നമുക്ക് കൈക്കൂടെ ഭാഗത്തോട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കൈക്കുഴി വെട്ടുക. ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണേ. എന്നിട്ട് ഫ്രണ്ട് നെക്ക് വെട്ടുക. നെക്ക് വെട്ടിയതിന് ശേഷം ഇവിടുത്തെ ഇറക്കിടുക. ഇനി നമുക്ക് ഇവിടെ ഷേപ്പ് എടുക്കാം. ഇവിടെ നിന്ന് കൈക്കൂടെ ഭാഗത്തുനിന്ന് പ്രിൻസസ് കട്ടല്ല, ഇവിടെ നിന്ന് നമുക്ക് നേരെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഈസിയായിട്ട് വെട്ടുന്നതാണിത് കേട്ടോ, എളുപ്പം വെട്ടുന്ന രീതി. ഇവിടെ നമുക്ക് ഒരു ഷോൾഡർ എന്നിട്ട് ഇവിടെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നമുക്കിങ്ങനെ കട്ടിങ്ങിൻ്റെ ഷേപ്പ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ മാറ്റാം. കണ്ടോ, അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ടിങ് ഫ്രണ്ട് പീസിൻ്റെ കഴിഞ്ഞ്. അപ്പം നമുക്ക് ഈ പോയിൻ്റ് ഉണ്ടല്ലോ 10.5 എന്ന് പറഞ്ഞിട്ട് ആ പോയിൻറ്റിൻ്റെ ഒന്ന് മാർക്ക് ഒരു നോട്ടിട്ട് കൊടുക്കണം കേട്ടോ. അത് ആ സെൻറ്റർ ഭാഗം വെട്ടണം. എന്നിട്ട് നമുക്കിതിങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഇവിടെ തന്നെ ചൂട കൊണ്ട് നീക്കുക. അത് കഴിഞ്ഞിട്ട് ഇതും കൂടെ ഇടാം. നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് ഇനി ബാക്കും കട്ട് ചെയ്ത് ഫ്രണ്ടും കട്ട് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്യാം. ഇതിന് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗവും പിന്നെ സ്ലീവിൻ്റെ ഭാഗവും പൈപ്പിങ് കൊടുക്കുന്നുണ്ട്, സാരിയുടെ പ്രിൻസ് കൊടുക്കുന്നത് കേട്ടോ. തുണിയെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം സ്ലീവിൻ്റെ ലെന്ത് എത്ര വേണ്ടതെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ പൈപ്പിങ് ആയതുകൊണ്ട് 1
ഇഞ്ച് കൂട്ടിയാൽ മതി. പൈപ്പിംഗ് അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യാനായിട്ട് 1.5 ഇഞ്ച് കൂട്ടണം. സ്ലീവ് ലെന്ത് വന്നേക്കുന്നത് 11.5 11.5 കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 12.5 എടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഈ ഓപ്പൺ വരുന്ന ഭാഗമല്ലേ, ഇവിടുന്ന് നമുക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കയ്യെ കുഴിച്ചു വെക്കാം. കണ്ടോ? അതായത് സ്ലീവിൻ്റെ രണ്ട് കൈ കൂടാണ് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം, 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് നേരെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷേപ്പ് എടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്ക് വെട്ടിയത് ആം ഹോൾ എത്ര ആയിരുന്നു? അറൗണ്ട് 9, 18 ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതെന്ന് നോക്കണം. 9 കിട്ടുന്നതെന്ന് നോക്കണം. നമുക്കിവിടെ 9 കിട്ടുന്നുണ്ട് കേട്ടോ. 9 കിട്ടി, ഇവിടെ കിട്ടി, ഇവിടെ മതി. ഈ 3.5 എടുത്ത് കുഴിച്ചു. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് വെട്ടി പീസ് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ലെന്ത് കറക്റ്റാണോ എന്ന് നോക്കാം. ബാക്ക് പീസാണ് ഷോൾഡറിൻ്റെ ഷോൾഡർ ജോയിൻ്റൂടെ കൈക്കുടെ ഭാഗത്ത് ഇത് കൈക്കുഴിയും കൂടെ കറക്റ്റാണ്. നമുക്കിവിടെ 3.5 എടുത്ത് ഇതെല്ലാം കറക്റ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ വണ്ണം 11 ഇഞ്ചാണ് കൈയുടെ ഇറക്കത്തിൻ്റെ ഭാഗത്ത് അടിവണ്ണം വന്നേക്കുന്നത്. 11 ആകുമ്പോൾ 5.5, 1.5 ഇഞ്ച് തയ്യത്തുണ്ട്. എന്നിട്ട് മാർക്ക് ചെയ്യും. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഇനി ഫ്രണ്ട് ഭാഗം അരയിഞ്ച് കുഴിച്ചെടുക്കണം കേട്ടോ. ഇവിടെ തയ്യെത്തുമ്പോൾ നമ്മൾ 1.5 ഇഞ്ച് കഴിഞ്ഞ് ഈ ലെന്ത് എത്ര ഉണ്ട് കുഴിച്ചോട്ടിന് ഫ്രണ്ട് കുഴിച്ചോട്ടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് തമ്മിലുള്ള ലെന്ത് 9ൻ്റെ പകുതി 4.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇങ്ങനെ കുഴിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ ടച്ച് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സാരിയുടെ പീസാണ് പൈപ്പിങ് കഴുത്തിനും പിന്നെ കൈക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി അടിഭാഗം മടക്കി തയ്ക്കാനായിട്ട് 1.5 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ തുണി എടുക്കണം. ഇത് അടിഭാഗവും കൊളുത്തുപടിയും കാണും. ഇനി നമുക്കൊരു 3 ഇഞ്ച് വീതിയിൽ 3, 2.5 മതി കൊളുത്തിടുന്ന ഭാഗം. അരിപ്പടി 2.5 മതി കേട്ടോ. ഓക്കെ, നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടുതരാം കേട്ടോ. ഇതിത്രയും ചെയ്ത് ഞാൻ നോക്കാം. ഓക്കെ, എല്ലാം ചെയ്ത് പഠിക്കാം കേട്ടോ.